കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഹൗസ് വാമിംഗ് വ്ളോഗാണ്. അപ്പം നമ്മുടെ റിലേറ്റീവും ആണ്, അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കം കൂടിയാണ്. കൂട്ടുകാരെ, അപ്പുറത്തെ പാലുകാച്ചിലേക്ക് പോകാനായിട്ട് ഞാനും അമ്മയും ഒരുങ്ങിയിട്ടുണ്ടല്ലേ. അതിൽ ഒരുങ്ങി ഇതൊക്കെയാണ് എൻ്റെ ഒരു വേഷവും. പിന്നെ തൊട്ടപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ, വേറെ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അമ്മയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ പാലുകാച്ചി നമുക്കൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ തൊട്ടൊരു മതിലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. അതുപോലെ തന്നെ രാത്രി ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള വ്യൂ ആണ്. അന്നേരം ഞാൻ രാത്രിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഈ വീട്ടിലെ കട്ടള വെക്കുന്ന സമയം മുതൽ ഇത് ഇങ്ങനെ പണിത് തീരുന്നവരെ ഞങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ കൺമുന്നിൽ ഒരു വീട് ഇങ്ങനെ ഐശ്വര്യമായിട്ട് ഉയർന്നു വരുന്ന ഒരു രംഗം ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ നമുക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ വീടൊക്കെ പണിയുന്നതും അതിങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഘട്ടങ്ങളായിട്ട് വരുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കടമ്പയാണ് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. അതാണിപ്പം ഈ ചേച്ചിയും ചേട്ടനും മോളും ഒക്കെ സാധിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, ഇന്നാണ് പാലുകാച്ച. അപ്പം നമ്മൾ ഡെയിലി വ്ളോഗ് ഇടുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മളെല്ലാ ദിവസവും രാത്രി 8:30-ക്കാണ് നമ്മൾ ഡെയിലി വ്ളോഗ് ഇടാറുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ പാലുകാച്ച വീട്ടിലേക്ക് ചേച്ചിക്കും ആ ചേട്ടനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിക്കാൻ പോയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത എല്ലാവരും ആ ഒരു വ്ളോഗ് കൂടെ ഒന്ന് കയറി കാണുക. അപ്പോൾ നമ്മുടെ പാലുകാച്ച് സമയമായപ്പോഴത്തേക്ക് നമ്മളെ വീട് വെച്ച മേസ്ത്രി മാമ്മമാരും പണിക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. വന്ന് അവർ ഇലയൊക്കെ ഇട്ട് വിളക്കും എല്ലാം വെച്ച് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ചേച്ചി അടുത്ത് എണ്ണയും തിരിയും എല്ലാം ഇട്ടിട്ട് അവർ പറഞ്ഞു വിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ മോളാണത്, അരുന്ധതി എന്നാണ് മോളുടെ പേര്. ആ മോളെ വീട്ടിൽ വിളിക്കുന്ന ലച്ചു എന്നാണ് കേട്ടോ. അപ്പം എൻ്റെ മാമിയുടെ റിലേറ്റീവാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മനുവണ്ണൻ എൻ്റെ മാമിയുടെ റിലേറ്റീവാണ് കേട്ടോ. മാമിയുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ വീടാണ് ആ തൊട്ടപ്പുറത്ത് കാണുന്ന ജനലുള്ള വീട് കേട്ടോ. അപ്പം ചേച്ചി വിളക്കുമൊക്കെ കൊണ്ട് ഇങ്ങനെ ഐശ്വര്യമായിട്ട് വരികയാണ് കേട്ടോ. നല്ല ശാന്തമായിട്ട് നല്ല സമാധാനത്തെ ഒരു സമയമായിരുന്നു. രാവിലെ 8:30 ആയിരുന്നു പാലുകാച്ചിൻ്റെ സമയം. നല്ല ഐശ്വര്യമുള്ളൊരു സമയം തന്നെയാണ്. അങ്ങനെ ആ സമയത്ത് ചേച്ചി നല്ല ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കൊണ്ടുവരുവാണ് കേട്ടോ. ഐശ്വര്യമായിട്ടെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ പേര് ഐശ്വര്യ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അമ്മയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഥവൊക്കെ 3 വട്ടം തട്ടണമല്ലോ, തട്ടിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. വീടിൻ്റെ പേരാണ് മന്ദാരം അല്ലേ. എന്ത് നല്ല രസമുള്ള പേരാണ് മന്ദാരം. അപ്പോൾ എല്ലാവരും ഇനി ഐശ്വര്യമായിട്ട് കയറുകയാണ്. അപ്പോൾ മോളും ഇങ്ങനെ നിൽക്കുവാണ് പുതിയ വീട്ടിലേക്ക് സ്വന്തമായിട്ട് ചുവടുകൾ വെച്ച് ഇങ്ങനെ കയറാനായിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചായിക്കാണ് ഈ പാലുകാച്ചിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നേ ദിവസം തന്നെ അച്ചായിക്ക് നമ്മുടെ കൊല്ലത്ത് കൊട്ടിയത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പങ്കെടുക്കേണ്ടതല്ല, കല്യാണം നടത്താനായിട്ടുള്ള പൂജയ്ക്ക് അച്ചായി പോയിരിക്കുവാണേ. അപ്പം അത് വലിയൊരു നമ്മുടെ ചെട്ടിയാർ സമുദായത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ കല്യാണം കണക്കല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം 1 മണിയാവും. അങ്ങനെ താണ്ടെ ഐശ്വര്യമായിട്ട് ഗണപതി ഒരുക്കും കാര്യങ്ങളും എല്ലാം വെച്ച് വിളക്ക് നല്ല ഐശ്വര്യത്തിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഐശ്വര്യ ചേച്ചി ഇവിടെ ഐശ്വര്യത്തിൽ തന്നെ അടുപ്പിലേക്ക് തീയുമെല്ലാം പകർന്ന് നമ്മുടെ പാലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പാലിഞ്ഞ് തിളച്ച് പൊന്തണം. അന്നേരം നമുക്കറിയാമല്ലോ ഏത് ദിശയിലേക്കാണ് പോകുമ്പോൾ അത് ഒരു ഐശ്വര്യം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം കിഴക്ക് വശത്തേക്കാണ് പാല് തിളച്ച് തൂകിയത്. ഒരുപാട് തവണകളാണ് ആ പാല് തിളച്ച് തൂകിയത്. ആ ഇരിക്കുന്ന ഒരു കുപ്പിയുടെ പകുതി പാലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എങ്കിലും അത്രയ്ക്കും നല്ല മനോഹരമായ ഐശ്വര്യത്തോടാണ് ആ കലത്തിൽ നിന്നും പാല് സർവ്വദോഷങ്ങളും മാറ്റി നല്ല ഒരു ഐശ്വര്യം കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് കലത്തിൽ നിന്നും ആ പാല് തിളച്ച് തൂകിയത്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മേസ്ത്രി മാമൻ അവരുടെ അടുത്ത് പറയുകയാണ്, ഇനി ഇതിനകത്തേക്ക് കുറച്ച് പഴവും കുറച്ച് അരിയും എല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പായസം രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പായസത്തിനകത്തേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പഴമുണ്ട് കേട്ടോ. പഴത്തിന് കത്തി ആ അമ്മ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പഴമെല്ലാം അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അരിയാണ് കേട്ടോ. അരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒന്നും അങ്ങ് ഇടണ്ട, ഒരു കുറച്ച് അരിയാണ്. അപ്പോൾ അത് ആ കുഞ്ഞു മോളുടെ കൈ കൊണ്ട് തന്നെ കലത്തിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ ചേച്ചിയും ചേട്ടനും അങ്ങനെ എല്ലാവരും അവരവരുടെ കൈകളാൽ പ്രധാനപ്പെട്ട ബന്ധുക്കളെല്ലാവരും കൈകളാൽ കുറച്ച് അരികൾ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ തൊട്ടടുത്ത് തന്നെ
ആയതുകൊണ്ട് നമുക്കും വലിയ പാടില്ല. രാവിലെ കൃത്യം 8 ആയപ്പോഴത്തേക്ക് കുളിച്ചൊരുങ്ങി അങ്ങോട്ട് ചെന്നാൽ മതിയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പാലുകാച്ചി വീട്ടിലാണ് കേട്ടോ. അത് അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ. അപ്പോഴത്തെ ഗണപതി ഒരുക്കൊക്കെ ആണെങ്കിൽ എനിക്ക് എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ശൈലി അങ്ങോട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പായസത്തിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണല്ലോ. അപ്പം ചേച്ചിയാണെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ പഞ്ചസാരയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഒരു 8:30 കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 9-8:30 ആയിരുന്നു പാല് കാച്ചി കയറേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ തന്നെ നല്ല ചൂടായിരുന്നു. അപ്പോൾ പാല് കാച്ചിൻ്റെ തലേ ദിവസമായി ഇന്നലെ ഭയങ്കര ഇടിയും മിന്നലും മഴയും ഒക്കെ വന്നതാണ് കേട്ടോ കൂട്ടുകാരെ. എന്ത് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുണ്ടോ. കൊല്ലം ജില്ലയ്ക്ക് വല്ല കൊല്ലം ജില്ലയ്ക്കാണോ ഞങ്ങളുടെ ഈ അയത്തിൽ തെങ്ങയ്യത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വല്ല ശാപം കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഒരു തുള്ളി മഴ പോലും പെയ്യുന്നില്ല. എന്തൊരു കഷ്ടമാണ്. 1 മണിക്കൂറെങ്കിലും നമുക്കൊരു മഴ നിന്ന് പെയ്തെങ്കിലല്ലേ നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റൂ, അല്ലെ ചൂടിനൊരു ശമനം എന്ന് പറയാൻ പറ്റൂ. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, എന്തായാലും ഇത്രയും കാലം മഴ പെയ്തില്ല, ഇനി നമ്മുടെ ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ പാല് കാച്ച് കഴിയുന്നവരെങ്കിലും മഴ പെയ്യല്ലേ എന്നൊരു പ്രാർത്ഥന എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയണമല്ലോ. അങ്ങനെ ഇവിടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പഴവും അരിയും പിന്നെന്താണ് പഞ്ചസാര ഇത്രയൊക്കെ ഇട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം ഇട്ട് നമ്മുടെ മേസ്ത്രി മാമ്മമാരാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ പായസം വെച്ചതിനകത്തുനിന്ന് ഒരു ഗ്ലാസ്സോ ഒരു കപ്പോ എടുത്തിട്ട് നമ്മുടെ ഗണപതി ഒരുക്കിൻ്റെ അടുത്തേക്ക് ഒരു പായസം എടുത്ത് വെച്ചേക്കണം എന്നാണ് ആ മാമൻ പറയുന്നത്. എന്നിട്ട് പിന്നെ അത് പൂജിക്കാൻ വേണ്ടിയിട്ട് അവിടെ കർപ്പൂരം വെച്ചിട്ടുണ്ടായിരുന്നു. കർപ്പൂരം ഒരു വാഴയിലക്കകത്ത് എടുത്ത് വെച്ചിട്ട് ചേച്ചി അപ്പോൾ അത് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ പിന്നെ അണ്ണനാണെങ്കിൽ കുറേ ഇവിടെ ഗ്ലാസ്സൊക്കെ നോക്കാൻ പോയിട്ട് കണ്ടില്ല കേട്ടോ. പിന്നെ ഷെൽഫിനകത്ത് വെച്ചിരുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതെടുത്ത് കൊടുത്തു. അങ്ങനെ പിന്നെ ആ മാമൻ പറഞ്ഞ് അടുപ്പ് അണയാതെ നോക്കണം, എന്തെങ്കിലും ഒരു വെള്ളം വെക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വെച്ച് അടുപ്പൊക്കെ അണയാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇതാണ് മനോഹരമായ വൈറ്റ് കളറാൽ അലങ്കരിച്ച വീട് കേട്ടോ. അപ്പം ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന തിരക്കിലാണ്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഇതിനെ ഓടിച്ചൊന്ന് കാണിച്ചു തരും കേട്ടോ. ഇതാണ് പൂജാമുറി. നല്ല രസമുണ്ട്, എനിക്ക് ഈ പൂജാമുറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഓമിൻ്റെ ആ ഒരു ലൈറ്റും സെറ്റും ഒക്കെ സൂപ്പർ അല്ലേ. ഇനി നമ്മൾ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കിച്ചൺ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ വരുന്നത്. ഓപ്പൺ കിച്ചൺ വന്നിട്ട് നല്ല രസം, ഒരുപാട് സ്പേസ് ഇല്ല എങ്കിലും നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് താഴത്തെ ബെഡ്റൂമാണ്. അവിടെ ഒരു അലമാരി കട്ടിലും കാര്യങ്ങളും ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോളൂട്ടിയാണിത്. അപ്പോൾ മോളാണെങ്കിൽ ഇങ്ങനെ ചാടി ഇരുന്ന് കളിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു വാവേ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കുക, ഒരു ഹായ് താടാന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞുവാവ ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഉള്ള ആൻറ്റിമാരും എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇതാണ് TV യൂണിറ്റിൻ്റെ ഏരിയ. അത് വളരെ മനോഹരമായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഇത് അശ്വതി ചേച്ചിയും അവന്യ മോളുമാണ് കേട്ടോ. അശ്വതി ചേച്ചിയുടെ മോളാണത്. അശ്വതി ചേച്ചിക്കാണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, അവാക്കുഞ്ചി എന്നാണ് പേര് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അശ്വതി ചേച്ചിക്കാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് വോയിസ് ഓവറൊക്കെ കൊടുത്താണ് ചേച്ചിയുടെ വീഡിയോ ചേച്ചി ചെയ്യുന്നത്. എന്നാൽ സ്വന്തമായിട്ട് നമ്മളൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ വരാൻ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര മടിയും നാണമൊക്കെ ഉള്ള കൂട്ടത്തിൽ കേട്ടോ. അങ്ങനെ ഇനി ഞാനും അശ്വതി ചേച്ചി അപ്പുറത്തെ നമ്മുടെ വീട്ടിലെ ആൻറ്റി എല്ലാവരും കൂടെ ഞങ്ങൾ മേളിലത്തേക്കുള്ള കാഴ്ച കാണാൻ പോവുകയാണേ. അമ്മ മേളിൽ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് വന്നില്ല, താഴെ ഇരിക്കും, നീ വീഡിയോ എന്തായാലും എടുത്തോ, വീഡിയോയ്ക്ക് എത്തൂടെ കാണാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക, മിടിക്കുകയാണല്ലോ അല്ലേ. അങ്ങനെ ഞാൻ മേളിലോട്ട് വന്ന് ഫസ്റ്റ് ബെഡ്റൂമാണ് മേളിലത്തെ കേട്ടോ. മേളിൽ 2 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം, അങ്ങനെയാണ്. മേളിലെ ബെഡ്റൂമിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും മോളും ഇങ്ങോട്ട് വന്നു. അപ്പം ഇതാണ് ഉണ്ണിയാണ്, അശ്വതി ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം നല്ലൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ആ സിറ്റ് ഔട്ടിൽ ചേച്ചിയൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അവരോട് സംസാരിക്കാം കേട്ടോ. ആ കാണുന്ന ആണ് നമ്മളുടെ വീട്. നോക്കിക്കേ, നമ്മുടെ കാറ് കുട്ടനൊക്കെ ഇട്ട കിടപ്പുണ്ട്. ഇനി അടുത്ത ബെഡ്റൂമാണ്. അപ്പോൾ ആ ബെഡ്റൂമിലാണെങ്കിൽ അയൺ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു മേശയൊക്കെ. ഇനി അടുത്ത ഒരു ബെഡ്റൂമിൻ്റെ സെക്ഷനിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാലും കുഞ്ഞുവാവയുടെ ഒരു സൈക്കിളോ കാര്യങ്ങളൊക്കെ ഇരിപ്പോൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജോഡിക്കത്തതേ ഉള്ളൂ കേട്ടോ. ഇത് ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ബാത്റൂമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ബാത്റൂം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് അത്യാവശ്യം അധികം ആഡംബരമില്ലാതെ നമുക്ക് അത്യാവശ്യം മനോഹരമായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബാത്റൂം കേട്ടോ. ക്ലോസറ്റൊക്കെ ആയാലും നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഒരു ലക്ഷറി ലുക്ക് ഉണ്ടായിരുന്നു. ചെറിയ വാഷ് ബേസിൻ ആയാൽ തന്നെയും അത് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമല്ലേ നമുക്കുള്ളൂ. ഷവർ ഏരിയ ആയാലും എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല വർക്കുകളായിരുന്നു. കാര്യം നമ്മളെ കൺമുമ്പിലാണ് ഇതിൻ്റെ ഓരോ പണികളും ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു പോയത് കേട്ടോ. ഓരോ പണിക്കാർ വരുമ്പോഴും ഓരോ വെള്ളം കൊടുക്കാനായാലും അങ്ങനെ ഓരോ കാര്യത്തിന് നമ്മളും അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വതി ചേച്ചി പറയുകയാണ്, മോളെ പിങ്കി ചേച്ചി വീഡിയോ
വീഡിയോ എടുക്കുന്ന അങ്ങോട്ട് നിൽക്കി ഒരു ഹായ് പറ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഞങ്ങളിനി വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് വന്നിട്ടുണ്ട്. മുകളിൽ വന്നപ്പോൾ ഈ കാണുന്നതാണ് അശു ചേച്ചിയുടെ ഉണ്ണിയണ്ണൻ്റെയൊക്കെ വീട്. അപ്പം അവിടെ നിന്നുകൊണ്ട് അശു ചേച്ചി ആസ്വദിക്കുകയാണ് സ്വന്തം വീട്ടിലെ ഭംഗി. ഇതാണ് നമ്മുടെ ഫാത്തിമ ചേച്ചിയുടെ വീട്. ഫാത്തിമ ചേച്ചിയൊന്നും ഇവിടെ ഇല്ല, ചേച്ചിയൊക്കെ ഗൾഫിലാണ്, ഇടയ്ക്കൊക്കെ വരുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാവരും ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വീണ്ടും ഒരു മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് അശു ചേച്ചിയുടെ വീട് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നല്ലോ പിങ്കി എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മുടിയൊക്കെ സ്ട്രെയിറ്റും സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടേക്കുക, നല്ല മനോഹരവാ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അശു ചേച്ചി പറയുകയാണ് ഈ എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നു, അതും കൂടെ ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും മുകളിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ആ പച്ചപ്പും ഹരിതാപിനകത്തും ചേച്ചിയുടെ വീട് നിൽക്കുന്ന ചേച്ചിക്ക് തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് ഇന്നങ്ങ് ഫോട്ടോ എടുക്കുവാണ് വീടിൻ്റെ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും തീർന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം പാലുകാച്ചി വീട്ടിലാണ് നമ്മുടെ ഫുഡും പരിപാടിയും കാര്യങ്ങളൊക്കെ. രാവിലത്തെ ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ ഫുഡ് അവിടെ തന്നെ കഴിക്കും, നമ്മളെ ആൾക്കാരാണല്ലോ, അപ്പം നമ്മൾ അവിടെ പോകണല്ലോ. ഇതാണ് ചേച്ചിയും ചേട്ടനും മോളും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.